ഹലോ ഗൈസ്, ഇന്ന് നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇപ്പോൾ ചേമ്പ് പറിക്കൽ കഴിഞ്ഞു. ഇനി അടുത്ത പരിപാടി നമുക്ക് കൂമ്പ് ഇടുന്നത്. മറ്റേ നമ്മുടെ പനമുങ്കില്ലേ നമ്മൾ കഴിക്കണത്, കാശ് കൊടുത്തിട്ടൊക്കെ കഴിക്കുന്ന ചിലവർ പനയിൽ അടുത്തുള്ളവർ പനയെ പോയിട്ട് അറുത്ത് കഴിക്കും. ആ സാധനം നല്ല പഴുത്ത് പാകമായിട്ടുള്ള സാധനം അത് നമ്മൾ പെറുക്കാൻ പോവുകയാണ്. പെറുക്കാൻ പോകുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം തൊടിയത്തല്ല, വേറൊരാളുടെ തൊടിയിൽ നിന്ന് അവർക്ക് ആവശ്യമില്ലല്ലോ. സോ നമ്മൾ എടുക്കണു. അവർക്ക് ഉപകാരമില്ലാത്ത സാധനം നമുക്ക് ഉപകാരമാവുന്നു. അവിടെയൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് പെറുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അച്ഛൻ ഒറ്റപ്പാലം പോയിട്ട് അച്ഛൻ വരുമ്പോഴേക്കും പെറുക്കി വയ്ക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പൂട്ടിക്കണം ഗൈസ്. അങ്ങോട്ട് കിടക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു കഴിവാണ് കേട്ടോ. പതുക്കെ വേലി ചാട്ടം, അതാണ് ഇനി നടക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് 4 കുറവ് ആൾക്കാരുണ്ടോയെന്നാണ്. തുടങ്ങാം അല്ലേ? ഈ ഫോണും പിടിച്ച് വേലി ചാടൽ എന്ന് പറയുന്നത് വളരെയധികം ആദ്യം ഇപ്പോൾ ഇത് പെറുക്കി കൂട്ടണം. കൂട്ടിയല്ല, ഓരോന്നോരോന്നായിട്ട് അങ്ങോട്ട് എടുക്കണം. ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ ഓരോന്നോരോന്നായിട്ട് ഞാനിത് എങ്ങനെ അങ്ങോട്ട് ഇടുന്നു എനിക്കെന്നെ ഒരു ഉറപ്പില്ല. പിന്നെ അച്ഛൻ വന്നിട്ടാണ് പിന്നെ ബാക്കി പരിപാടി. അച്ഛൻ വരണം എപ്പോഴാണെന്ന് എനിക്കറിയില്ല, ടൈം എടുക്കണ്ടാവും. വന്നിട്ടും ഇനി ഒരുപാട് പരിപാടികളുണ്ട്. എന്നെപ്പോലെ എല്ലാവരും അങ്ങനെ സാഹസികമായിട്ട് പെരുമാറരുത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ എല്ലാ ഉടമകൾക്കും ഇത് ഇഷ്ടപ്പെടണമെന്നില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല ചീത്ത കേൾക്കും, അച്ഛനും അമ്മേനെയും വിളിക്കും, അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഞാനിത് പ്രോത്സാഹിപ്പിക്കുന്നില്ല. പിന്നെ സ്വന്തമായി വീട്ടിൽ പനുള്ളവർക്ക് നല്ലതാണ്. പിന്നെ എന്നെപ്പോലെ ഇങ്ങനെ ഓരോ വേലിയും ചാടി ഇതിങ്ങനെ പെറുക്കുക പറയുന്നത് അത്രയ്ക്ക് ഈസി ആയിട്ടുള്ള കാര്യമല്ല. അത് ആദ്യമേ ഞാൻ പറയുകയാണ്. എനിക്ക് പിന്നെ ഈ കഴിവ് ഉള്ളതുകൊണ്ട് നന്നായി. അതേസമയം എൻ്റെ അനിയത്തിയടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെയ്യത്തില്ല, അവൾക്കറിയില്ല. ഇങ്ങനെ എന്നാൽ വെയിൽ ചാടുക, മതിൽ ചാടുക ഒക്കെ ചെയ്യുകയാണ് എങ്കിൽ ചാടുകയാണെങ്കിൽ അധികം മുന്തിയൊന്നും ഇല്ല, പുറത്തേക്ക് ചാടാൻ ശ്രമിക്കുക. ബിക്കോസ് എവിടെയാണ് പാമ്പും ചേമ്പും ഉള്ളത് എന്ന് പറയാനോ നിർവചിക്കാനോ നമുക്കുള്ള ശേഷിയില്ല, കഴിവില്ല. അതുകൊണ്ട് പറഞ്ഞില്ല എന്ന് വേണ്ട. അപ്പോൾ അച്ഛൻ വന്നിട്ടുണ്ട്, ഒറ്റപ്പാലം പോയി അച്ഛൻ വീട്ടിൽ തിരികെ എത്തിയിരിക്കുന്നു. പിന്നെ ചാടുകയാണെന്ന് വെച്ചാൽ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഫുൾ ലെങ്ത്ത് പാൻറ് ഇടാൻ നോക്കുക. പാൻറ്റോ ജീൻസോ അങ്ങനെ എന്തെങ്കിലും ഇടുക. ഞാൻ ട്രൗസർ ഇട്ടിരിക്കുന്നത്, അതുകൊണ്ട് ഇവിടെ ഉള്ള മുള്ളൊക്കെ കുത്തുണ്ട്. അങ്ങനെ പനമ്പഴം പെറുക്കൽ കഴിഞ്ഞിരിക്കുന്നു. ഇനി അത് ഇതിൻ്റെ എവിടെ ഇറന്നിച്ച് ആ സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് വിടണം. ബക്കറ്റ് പാർട്ടായിട്ട് ഇടുക. അപ്പോൾ പാർട്ട് 2 എല്ലാവരും കാണണേ.